ഇതിപ്പോൾ കുറച്ച് അധികം നാളായിട്ട് ഞാൻ ജിമ്മിനൊക്കെ പോകുന്നുണ്ട്. എത്ര നാളത്തേക്കാണെന്നൊന്നും അറിയില്ല, എന്നാലും പോകാൻ പറ്റുന്ന നാളെ വരെ പോകുന്നുണ്ട്. എൻ്റെ ജിമ്മിൽ പോയി ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ആശ്വാസമാണ് കേട്ടോ. ഇടയ്ക്ക് നമുക്കായിട്ട് കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതാ ഇന്നെനിക്ക് ലെഗ് ഡേ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ കാലൊക്കെ ഭയങ്കര വിറയ്ക്കലായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കേട്ടോ. അപ്പോൾ എനിക്ക് ബസ്സിൽ കയറിയിട്ട് വേണം വീട്ടിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ എനിക്ക് ബസ്സിൽ കയറാൻ ഭയങ്കര പേടിയാണ്, പ്രത്യേകിച്ച് ലെഗ് ഡേയുടെ അന്ന് കാല് ഭയങ്കര വിറ ഔട്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാർട്ടിയുടെ എന്തോ പരിപാടിയൊക്കെ നടക്കണമെന്ന്, അത് കാരണം ഒടുക്കത്ത ബ്ലോക്കായിരുന്നു കേട്ടോ. എന്നിട്ട് പാറ വെയിലത്ത് ഇങ്ങനെയും കുട ചൂടി പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു, എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല. പ്രത്യേകിച്ചും ബസ്സിൽ ഇപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇവരിങ്ങനെ സ്റ്റാൻഡിൽ എത്താൻ ലേറ്റ് ആവുന്ന കാരണം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബസ് എടുക്കും. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ വീഴും, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ബ്ലോക്ക് വരുന്ന സമയങ്ങളിൽ ഞാൻ ഇടയ്ക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വരുന്ന വഴി നമ്മുടെ അവിടെ ഇറങ്ങിയിട്ട്, അതായത് എൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ചൂട് ഉഴുന്നോടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടെ സ്ഥിരം വെക്കുന്ന ചേച്ചിയും ചേട്ടനാണ് കേട്ടോ. ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അമ്മ പാവർട്ടിയിൽ ചോറ് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ് കേട്ടോ. ഇവരുടെ ഉപ്പേരി എനിക്ക് പറയാൻ വയ്യ, അടിപൊളിയാണ്. ഇവർ കായും പിന്നെ നമ്മുടെ ഉണക്കപ്പയറുണ്ടല്ലോ, ആ പയറും വെച്ചിട്ടുള്ള ഉപ്പേരിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്താ പ്രത്യേക ഒരു ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ അന്ന് ലെഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ആശ്വാസം. ഞാനാണെങ്കിൽ വിശന്ന് പണ്ടാറടങ്ങിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡ് വായിൽ വെച്ചപ്പോൾ എൻ്റെ പൊന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.